ഹായ്. അപ്പോൾ ഇന്നലെ നമുക്ക് വന്നിട്ടുള്ള സ്റ്റോക്ക് മെറ്റീരിയലിൻ്റെ സ്റ്റോക്ക് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. കസ്റ്റമൈസേഷൻ അങ്ങനെ ഒരു വീഡിയോ നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് നമുക്കൊരു എൻക്വയറി വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ കാണിക്കുന്നത്. അജ്രക് പ്രിന്റ് വന്നിട്ടുള്ള മെറ്റീരിയലാണ്, കോട്ടണിലാണ്, പ്യുവർ കോട്ടണിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പ്രിന്റുകൾ ഏതൊക്കെയാണ്, ഷെയ്ഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇന്നലെ തൊട്ട് നമുക്ക് മെസ്സേജ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഞാൻ ഓർത്തു നമുക്കത് തന്നെ ഫസ്റ്റ് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്തേക്കാമെന്ന്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു 4 പ്രിന്റ് ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ആദ്യം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് വന്നിട്ടുള്ളത് കുറച്ച് വലിയൊരു ബ്ലോക്ക് പ്രിന്റ് ആണ് കേട്ടോ. അത് ഇത്ര വലിപ്പമുള്ള പ്രിന്റാണ് വന്നിട്ടുള്ളത്. ആദ്യത്തെ ഷെയ്ഡ് വരുന്ന ബ്ലാക്ക് ആണ്. ബ്ലാക്കിൽ ഇങ്ങനെ കോൺട്രാസ്റ്റ് ആയിട്ട് പ്രിന്റ് പോകുന്നുണ്ട്. ഫുള്ളി ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത്. ആ ഒരു സെയിം പ്രിന്റിൽ നമുക്കൊരു ബീച്ച് ഷെയ്ഡും കൂടെ വന്നിട്ടുണ്ട്. അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് ഒരു മെറൂൺ ഷെയ്ഡിലാണ് അതിൻ്റെ പ്രിന്റ് പോയിട്ടുള്ളത്. അടുത്ത നമുക്ക് ആ ഒരു സെയിം പ്രിന്റിൽ തന്നെ നല്ല ഭംഗിയുള്ള ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ. ഒരു ഡാർക്ക് ആയിട്ടുള്ള മെഹന്തി ഗ്രീൻ ഷെയ്ഡിന്റെ ഒരു കളറിലാണ് വന്നിട്ടുള്ളത്. അതിനകത്തൊരു യെല്ലോ ഷെയ്ഡിലാണ് ആ ഒരു പ്രിന്റ് പോയിട്ടുള്ളത്. കുറച്ച് വലിയൊരു പ്രിന്റാണ്, ബ്ലോക്ക് പ്രിന്റാണ് വന്നിട്ടുള്ളത്. ആ സെയിം പ്രിന്റിൽ നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ്. ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡല്ല, ഒരു മെറൂൺ ഷെയ്ഡിൽ കോൺട്രാസ്റ്റ് ആയിട്ട് പ്രിന്റ് പോകുന്നുണ്ട്. ഫസ്റ്റ് വന്നിട്ടുള്ള ഈ ഒരു പ്രിന്റാണ്. അതിൽ നമുക്ക് 4 ഷെയ്ഡാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ചെറിയ പ്രിന്റാണ് കേട്ടോ. ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡാണ്. അടുത്ത് നമുക്ക് ബ്ലൂവിലാണ് ആ ഒരു സെയിം പ്രിന്റ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് കണ്ടതിലും കുറച്ച് ചെറിയൊരു പ്രിന്റാണ് വന്നിട്ടുള്ളത്. ഫുള്ളായിട്ടൊരു പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഷെയ്ഡ് നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു സെയിം പ്രിന്റിൽ ബ്ലാക്ക് ഷെയ്ഡാണ്. ചെറിയ പ്രിന്റാണ്, കോൺട്രാസ്റ്റ് ആയിട്ടാണ് പോയിട്ടുള്ളത്. നമുക്കിൻ്റെ ഒരു വിഡ്ത്ത് ഒരു 40-41 ഉള്ള വിഡ്ത്ത് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് കുർത്തയായിട്ടോ കോട്ട് സെറ്റ് ആയിട്ടോ ഒക്കെ ഒരു ഫ്രോക്കായിട്ടൊക്കെ തയ്ക്കാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയലാണ്, കോട്ടണിലാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ പ്രിന്റ് ഇതാണ് നമുക്ക് അടുത്ത് വന്നിട്ടുള്ള പ്രിന്റ്. അത് നമുക്ക് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് ഇത് നമുക്ക് മൂന്നാമത്തെ പ്രിന്റാണ്. അതിൽ നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് അതായി നേവി ബ്ലൂ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത്. ഫുൾ ഇങ്ങനെ വരുന്നുണ്ട്. കോട്ടണിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ബ്ലോക്ക് പ്രിന്റാണ് പോയിട്ടുള്ളത്. അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് ആ ഒരു പ്രിന്റിൽ ബ്ലാക്ക് ഷെയ്ഡാണ്. നല്ല ഭംഗിയായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ആ പ്രിന്റുകൾ വന്നിട്ടുള്ളത്. ബ്ലാക്കിൽ റെഡ് ഷെയ്ഡിൽ, നല്ല റെഡ് ഷെയ്ഡിലാണ് ആ പ്രിന്റ് പോയിട്ടുള്ളത്. ഇതാണ് നമുക്ക് അടുത്ത് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡിലാണ്. നമുക്ക് വന്നിട്ടുള്ള ഷെയ്ഡുകളെല്ലാം കോമൺ ആയിരിക്കും. മെറൂൺ, നേവി ബ്ലൂ, ബ്ലാക്ക് കോമൺ ആയിട്ടായിരിക്കും വന്നിട്ടുള്ളത്. പ്രിന്റുകളിലാണ് ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്ത് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. നേവി ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ ഫുള്ളായിട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര മീറ്റർ, അതായത് 1 മീറ്റർ തൊട്ട് അങ്ങോട്ട് നിങ്ങൾക്ക് പ്രിഫറൻസ് അനുസരിച്ച് എന്ത് ഡ്രസ്സാണ് തയ്ക്കുന്നത് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനാണ്. 1 മീറ്റർ തൊട്ട് നിങ്ങൾക്ക് ഇപ്പം കോഡ് സെറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ള ഇത്. നമുക്ക് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് ഷെയ്ഡിൽ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട്. നമുക്കൊരു കുർത്തി, നോർമൽ സ്ലിറ്റർ കുർത്തിയാണ്, നമുക്കൊരു 2.5 മീറ്റർ നമുക്ക് സൈസ് അനുസരിച്ചിട്ട് 2.5 മീറ്റർ മതിയാവും. അതല്ല നമ്മൾ കോഡ് സെറ്റ് ആണ്, ബോട്ടം അതുപോലെ ടോപ്പും വെച്ചിട്ടാണെങ്കിൽ നമുക്കൊരു 4.5 മീറ്റർ 5 മീറ്റർ ഒക്കെയാണ് നമുക്ക് മാക്സിമം ഒരു കോഡ് സെറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത്. അതുപോലെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കോഡ് സെറ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കോഡ് സെറ്റ് നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർ നമുക്ക് അങ്ങനെയും കോൺടാക്ട് ചെയ്യാം. മെറ്റീരിയൽ ഇവിടെ തന്നെ പർച്ചേസ് ചെയ്യാം. കസ്റ്റമൈസേഷൻ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ ഈ ഒരു വീഡിയോയുടെ, അതായത് നമുക്ക് അജ്രക് പ്രിന്റ് ഇനിയും വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും ആണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതായത് ലാസ്റ്റിലത്തെ പ്രിന്റാണ് ഈ കാണിക്കുന്നത്. ഇനിയും നമുക്ക് പ്രിന്റുകൾ അവൈലബിൾ ആണ്. ഒരു വീഡിയോയിൽ എല്ലാ പ്രിന്റുകളും നമുക്ക് കാണിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാണിക്കുന്നത്. ഇതാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ്. പ്രിന്റ് വരുന്ന കുറച്ചിങ്ങനെ ചെറിയ ചെറിയ പ്രിന്റാണ്. ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു പ്രിന്റായിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡ്. ഇങ്ങനെയാണ് ഫുള്ളായിട്ട്. ഇതൊക്കെ ഒരു കോഡ് സെറ്റായിട്ട് കുർത്തിയായിട്ടൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. ആലിയ കട്ടിലൊക്കെ ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് വന്നിട്ടുള്ളത്. അടുത്ത് നമുക്ക് വന്നിട്ടുള്ളത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ പറഞ്ഞാൽ കോട്ടൺ തന്നെയാണ്. നമുക്ക് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാൻ പറ്റുന്നൊരു മെറ്റീരിയലാണ് ഈ കോട്ടൺ എന്ന് പറയുന്നത്. മെറൂൺ ആണ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രിന്റിൽ തന്നെ നമുക്ക് ലാസ്റ്റ് വന്നിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡാണ്. ഞാൻ പറഞ്ഞ കോമൺ ആയിട്ട് നമ്മുടെ ഈ ഒരു പ്രിന്റുകളെല്ലാം വന്നിട്ടുള്ള ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക്, മെറൂൺ, നേവി ബ്ലൂ ആണ്. ഫസ്റ്റ് കാണിച്ചിട്ടാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ഗ്രീൻ ഷെയ്ഡും ഒരു ബി ഷെയ്ഡും വന്നിട്ടുള്ളത്. പ്രിന്റുകളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള, വലുത് ചെറുത് അങ്ങനെ പ്രിന്റുകളാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള പ്രിന്റ്, ഇഷ്ടപ്പെട്ടുള്ള കളറ് സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് നമുക്കിത് പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. പ്രിന്റ് ഇങ്ങനെ ബ്ലോക്ക് പ്രിന്റ് ആണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ, മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ ഒരു കെയർ വെച്ചിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്. സോഫ്റ്റ് വാഷാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം നമ്മൾ ബ്ലോക്ക് പ്രിന്റ് ആകുമ്പം എന്തായാലും കോട്ടണിൽ കുറച്ച് കളർ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ
നമ്മൾ അതിനനുസരിച്ച് വേണം കോട്ടൺ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ. അതുപോലെ തന്നെ നമുക്കിത് വിത്തൗട്ട് ലൈനിങ്ങിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം. കാരണം ഒരുപാട് സീത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ അല്ല. പ്രിഫർ ചെയ്യുന്നവർ, ലൈനിങ് പ്രിഫർ ചെയ്യുന്നവർക്ക് അങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ കസ്റ്റമൈസേഷൻ താല്പര്യമുള്ളവർക്കും അല്ലാതെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞല്ലോ 1 മീറ്റർ തൊട്ട് അങ്ങോട്ട് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കോട്ടണിൽ അജർക്കുവിന് വന്നിട്ടുള്ള ഈ മെറ്റീരിയൽ നമ്മൾ ഇത്രയും പ്രിന്റ് കാണിച്ചു, ഒരു 5ഓളം പ്രിന്റ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ റേറ്റ് വരുന്നത് 170 ആണ്, പെർ മീറ്റർ 170 ആണ് റേറ്റ് വരുന്നത്. അപ്പോൾ മെറ്റീരിയലായിട്ട് പർച്ചേസ് ചെയ്യുന്നവരും അതുപോലെ കസ്റ്റമൈസേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാം, ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയണ പോലെ നമുക്ക് ഷോപ്പിലേക്ക് വന്ന് ഡയറക്റ്റായിട്ടും പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ ഷോപ്പിലേക്ക് ഡയറക്റ്റായിട്ട് വന്നിട്ട് ഇതെല്ലാം നമുക്ക് പർച്ചേസ് ചെയ്യാം. നമുക്ക് എല്ലാം അവൈലബിൾ ആണ് ഷോപ്പിൽ തന്നെ. അപ്പോൾ ഇത് ഹോൾസെയിലായിട്ടും അല്ലെങ്കിൽ റീറ്റെയിലായിട്ട് ഈ 1 മീറ്റർ തൊട്ട് അങ്ങോട്ട് പർച്ചേസ് ചെയ്യുന്നവരായാലും അല്ല നിങ്ങൾക്ക് ഒരു ഷോപ്പിലേക്ക് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും നമുക്ക് ഡയറക്റ്റായിട്ട് ഷോപ്പിലേക്ക് വരാം, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ റേറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കോൺടാക്ട് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാവുന്നതാണ്, ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്.